എഴുതിയ സൈദിയ ലോഡ്ജ്, ആ ലോഡ്ജിന്റെ ഒരു ഭാഗം മറ്റേ രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസായി കൊടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് MA വളരെ കർക്കശമായി കലക്ടറായി സംസാരിച്ചതിന് ശേഷം കലക്ടർ എന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞ്, ഈ സ്ഥാപനം ഒട്ടാകെ ഓർമ്മിക്കുന്ന എന്നോട് ഇത്രയും ഗൗരവത്തിൽ സംസാരിക്കുന്ന ഇയാൾ തീർച്ചയായും ഒരു സ്ഥാപനത്തിന്റെ ആളാക്കണം ഞാൻ ഉദ്ദേശിക്കുന്നു. അതുകൊണ്ട് എന്റെ സ്ഥാപനത്തിന്റെ നാഥരായി MA ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു. മനസ്സിലായോ? എന്നോട് വരെ വളരെ ഗൗരവത്തോട് സംസാരിക്കാൻ ധൈര്യമുണ്ട് ആ മനുഷ്യനായിരിക്കണം ഈ സ്ഥാപനത്തിന്റെ മാനേജർ എന്ന് വളരെ ഗൗരവത്തോടുകൂടി കലക്ടർ അബ്ദുൽഖാദി പറഞ്ഞതാണ്. അത് ഞാൻ ദുബൈയിലും എല്ലാം അബുദാബിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പല നേതാക്കന്മാരുടെ പോയിട്ട് യോഗം കൂടിയിട്ട് എഴുതാൻ പല പണി നടന്നില്ല. ആ ചരിത്രം പറഞ്ഞാൽ സമയം നീണ്ടുപോകുമ്പോൾ ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ എല്ലാ ദുഷ്ശക്തികൾക്കും എതിരായി മുസ്ലിം ജമാഅത്ത് എന്ന ഒരു സംഘടനയായി നമ്മുടെ പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കാൻ ഈ നേതാക്കന്മാരെ കഠിനമായി ശ്രമിച്ചു. ഇന്ന് മുസ്ലിം ജമാഅത്തായിട്ട് മാറിയിട്ടുണ്ട്. ആർക്കും തന്നെ ഈ സംഘടനയോ പ്രസ്ഥാനത്തിനോ ചോദ്യം ചെയ്യാൻ സാധ്യമല്ലാത്ത വിധത്തിൽ അത്രയും ഗൗരവത്തിൽ നമ്മുടെ പ്രസ്ഥാനം വികസിച്ച് വളർന്നിരിക്കുന്നു. നമ്മുടെ നേതാക്കന്മാരുടെ പൗരമുണ്ട്, അവരുടെ പ്രവർത്തനത്തിന്റെ വർഗത്വമായിട്ട് അത് കാരണമായി അങ്ങനെ ആയിരിക്കുന്നു എന്ന് ഞാൻ പറയുന്നു. നമ്മുടെ സംഘടനയിൽപ്പെട്ട സമസ്ത അവരും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അവர்களுം ബഹുമാനപ്പെട്ട ഹരി തങ്ങളവர்களுം അതുപോലെ തന്നെ കേരളത്തിലെ സഖാവുകളും അവരുടെ പ്രവർത്തനത്തിന്റെ ഫലമായി ഇന്ന് ഈ പ്രസ്ഥാനത്തെ ചെറുക്കാൻ ആർക്കും സാധ്യമല്ല. ഇതൊരു വിഭാഗീയമാണ് സാധ്യമല്ല. വിഭാഗീയമാക്കി ആക്കണമെന്ന് ചിന്തിക്കുന്ന ഒരാളുണ്ട്. അവർക്കെതിരായിട്ട് ഇന്നത്തെ പ്രാഥമികം തന്നെ പറഞ്ഞു വിഭാഗീയ കിട്ടാൻ പാടില്ല. മുസ്ലിം ജമാഅത്തിന്റെ കീഴിൽ എല്ലാവരും അണിനിരക്കണം. എല്ലാ ജനങ്ങളും മുസ്ലിം ജമാഅത്തിന്റെ പിന്നിൽ അണിനിരക്കണം എന്ന് ഞാൻ പ്രത്യേകം പറയുന്നു. ഇതിനെതിരായി ചില കുപ്രചരണങ്ങൾ ഉണ്ടാക്കി പല ജൽപ്പനങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതായി കണ്ട് അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾക്ക് ബാധകമല്ല. തീർച്ചയായും സുന്നത്ത് ജമാഅത്തിന്റെ സംഘടന ഏകകണ്ഠമായി സമുദായത്തിന് മുഴുവനും നേതൃത്വത്തോട് നൽകിക്കൊണ്ട് അതിനെ നിയന്ത്രിക്കുമെന്ന കാര്യം ഞാൻ നിങ്ങളോട് പറയുകയാണ്. സുന്നത്ത് ജമാഅത്ത് അത് സ്ഥാപിച്ച ആ സമസ്ത സ്ഥാപിച്ച ആദ്യ സമയത്ത് ഏറ്റവും അതിന് ഭീഷണിയായിട്ടുള്ളത് ചില കള്ളത്തരീക്കത്തെയാണ്. സമസ്തന്റെ വളർച്ചയ്ക്ക് ആദ്യത്തെ ഭീഷണി കുരൂർ ഷെയ്ഖ്, കൊണ്ടോട്ടി ഷെയ്ഖ് തുടങ്ങിയവരുടെ ചില വിദ്യയാണ്. ആ വിദ്യക്കെതിരായി ഈ സംഘടന ശക്തിയായി പ്രവർത്തിച്ചു എന്നതുപോലെ ഇന്നും സമസ്തയെന്ന് പറഞ്ഞ ഈ സുന്നത്യമായതിന്റെ സംഘടന എല്ലാവിധ കുപ്രചരണങ്ങളെയും കള്ളത്തരീക്കത്തുകളെയും ചില കള്ളത്തരീക്കത്തായിട്ട് പലതിലും പല ശേഖന്മാരും പലതും കളിക്കുന്നുണ്ട്. അതിനെ മുഴുവൻ നമ്മുടെ സംഘടന എതിർത്തുകൊണ്ടിരിക്കുന്നു എന്ന കാര്യം നിങ്ങൾ വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കി. ഈ പറയപ്പെട്ട നേതാക്കന്മാർ മനസ്സിലായോ? ഞാൻ പ്രത്യേകമായി ബഹുമാനപ്പെട്ട സുൽത്താൻ AP അബ്ദുൽ മുസ്ലിയാർ അവരോട് പ്രത്യേകം പറയുന്നു, ഈ സ്ഥാപനത്തിന്റെ നേതൃത്വം, ഈ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ നിങ്ങൾ നിന്നുകൊണ്ട് ധീരമായി നിങ്ങൾ പ്രവർത്തിക്കുക. നിങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും നമ്മൾ നൽകുമെന്ന് പ്രത്യേകമായി അഭ്യർത്ഥിക്കുകയാണ്. വളരെ ഗൗരവത്തോടെ ചിന്തിച്ചുകൊണ്ട് ആലോചിച്ചുകൊണ്ട് പ്രവർത്തിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. എനിക്ക് കൂടുതൽ സംസാരിക്കാൻ സാധ്യമല്ല. വികാരപരിതനായി പല യുദ്ധങ്ങളും പറയേണ്ടി വരും. അതിന് സമയം കിട്ടുന്നില്ല. ഈ സ്ഥാപനം ഈ പ്രസ്ഥാനത്തെ മുസ്ലിം ജമാഅത്ത് എന്ന രൂപത്തിൽ കൂടി പ്രവർത്തിച്ച് അതിനെ പ്രചരിപ്പിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. പല കുട്ടികളും നടക്കുന്നുണ്ട്. ഇപ്പോഴും എറണാകുളത്ത് തന്നെ പല ചീത്തയും പറയുന്നതാകട്ടെ, അതൊന്നും ഞങ്ങൾക്ക് പണിയില്ല. മാഫി ചെയ്യും, അതൊന്നും ചെയ്യല്ല. അതെല്ലാം ഒലിച്ചു പോകും, തെറിച്ചു പോകും. നമ്മുടെ ശക്തി ജമിയത്തുൽ ഇസ്ലാം സംഘടന
എന്ന ഒരു ശക്തിയായി സുന്നത്യമായതിന്റെ ഈ സംഘടനയെ നിങ്ങൾ വളർത്തിയെടുക്കാൻ അങ്ങേയറ്റം ശ്രമിക്കണമെന്ന് വളരെ ക്ഷീണിതനായ ഞാൻ ആവേശത്തോടുകൂടി തന്നെ ഞാൻ പറയുന്നു, ഈ നേതാക്കന്മാരുടെ പിന്നിൽ നിങ്ങൾ അണിനിരന്നുകൊണ്ട് അവർക്കെല്ലാം പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് അതിന്റെ അതിനെതിരായി ഫിത്നയുമാണ് നടക്കുന്ന എല്ലാവരുടെയും ഫിത്നയിൽ അടിച്ചമർത്തണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വഴിക്കൊക്കെ പ്രവർത്തിക്കാനും ചിന്തിക്കാനും എനിക്കും നമുക്കുമൊക്കെ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അതിന് നേതൃത്വം നൽകുന്ന ആളുകൾക്ക് അല്ലാഹു തആല എല്ലാവരും തൗഫീഖ് കൊടുക്കുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശൈലി എന്ന് പറയുന്ന കുട്ടികൾ അവർക്ക് സന്നദ്ധാന പ്രസംഗം തന്നെ ഞാൻ പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചവർക്ക് അറിവ് ആർക്കെങ്കിലും അറിവ് കൊടുക്കപ്പെട്ടാൽ അവർക്ക് പെരുത്ത ഗുണം കൊടുക്കും എന്ന് പറയുന്ന ഹർക്കതി ഈ ജാമിഅ സൈദിനെ പുറപ്പെടുന്ന സനദ് വാങ്ങി പുറപ്പെടുന്ന എല്ലാ വിദ്യാർത്ഥികളും പഠിക്കണം. ആ ആയത്തിന്റെ മാന പഠിക്കണം. അൽ-ബഖറന്റെ 269 ആയത്താണ്. ആ ആയത്തിന് എങ്ങനെയാണ് വ്യാഖ്യാനിക്കും മസ്ജിദുകൾ തഫ്സീർ കൊടുത്തിരിക്കുന്നതെന്ന് പഠിച്ച് മനസ്സിലാക്കി എല്ലാ കാര്യങ്ങളും ചിന്തിച്ച് ഹക്കായ വഴിയിൽ ചിന്തിക്കാൻ നിങ്ങൾ എല്ലാവിധ വിദ്യയും കൊടുക്കണം. ബഹുമാനപ്പെട്ട എബിയവറുകൾക്കും ബഹുമാനപ്പെട്ട ഖലീദങ്ങൾക്കും ബഹുമാനപ്പെട്ട ആറ്റുകോയ തങ്ങൾക്കും ബഹുമാനപ്പെട്ട പേരോട് റഹ്മാൻ സഖാഫികൾക്കും മറ്റുള്ള എല്ലാ നേതാക്കന്മാർക്കും എല്ലാവിധ വിദ്യയും കൊടുത്ത് സഹായ സഹകരണങ്ങളും ചെയ്യണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സനദ് വാങ്ങി പുറപ്പെടുന്ന കുട്ടികൾ ഈ സംഗതിയുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കി യാഥാർത്ഥ്യത്തോടെ പ്രവർത്തിക്കണം. ഇവിടുന്ന് സനദ് വാങ്ങി എന്തൊക്കെ പോയി പറഞ്ഞാൽ അത് ചെയ്യാവില്ല. അങ്ങനെ പല ആളുകളെയും ഞാൻ കിട്ടിയിട്ടുണ്ട്. ആളെല്ലാം പോയിപ്പോ തായ്പറമ്പേര് ഓണപ്പറമ്പേര് ഒരു പള്ളി വിട്ട് എല്ലാ ദർശനം ഇപ്പോഴത്തെ സമസ്തക്കാരുടേക്ക് പറയുന്നത് 90ാം വാർഷികം കൊണ്ടാടുന്ന സമസ്തക്കാരില്ല. അവരിൽപ്പെട്ടൊരു പോയിട്ടാണ് പള്ളി വിട്ട് മദ്രസയിൽ വിട്ട് മദ്രസയിലെ കിതാബ് അലിഞ്ഞു. എന്നിട്ട് ഞങ്ങൾക്കെതിരായിട്ട് സുന്നികൾക്കെതിരായിട്ട് കേസ് കൊടുത്തു. പക്ഷേ തളിപ്പറമ്പ് സർക്കാർ നിഷ്പക്ഷമായി അന്വേഷണം നടത്തിയതിനു ശേഷം അയാൾ തന്നെ പ്രഖ്യാപിച്ചു ഈ കിതാബ് ചുട്ടതും പള്ളി ചുട്ടതും ആരാണ്? ഈ മുസ്തഫ മൗലവിയാണ്. മുസ്തഫ മൗലവി ഞാനും എം എ ഉസ്താദും വീട്ടിലെ സൈദിന് പുറത്തേക്കലായിരുന്നു അയാളാണ് എന്ന് കേസ് കൊണ്ട് തെളിഞ്ഞു. എന്നിട്ട് 47 ദിവസം അയാളെ റിമാൻഡിൽ വെച്ചു. ആ കാരണത്താണ് അയാളുടെ രാജ്യമായ ചങ്ങളായി ഉള്ള ഒരു പള്ളിയിലെ ഹദീസ് സ്ഥാനത്ത് നിന്ന് അയാളെ പിരിച്ചുവിട്ടു. അതിനുശേഷം മറ്റേ ഭാഗത്തുള്ള കുട്ടികൾ പോയിട്ട് നേതാക്കന്മാരോട് പറഞ്ഞു നമുക്ക് അയ്ബാദ് അയാളെ പുറത്താക്കാൻ പാടില്ല അയാളുണ്ട്. അതുകൊണ്ട് അവിടുത്തെ കമ്മിറ്റിക്ക് എപ്പോഴും അയാൾ ഹദ്യമാക്കണമെന്ന് മുഷാവറ എടുത്തു. ആ മുഷാവറ എനിക്ക് കൂടുന്നു 90 കൊണ്ടാളും ആ മുഷാവറ എന്നേക്ക് വായിച്ച് ഈ കള്ളനെ ഹദീബാക്കണമെന്ന് എഴുതണം എന്നെങ്കിൽ മുഷാവറയാവും പറയുന്നത് ഗതികേടിലേക്ക് മറുവിഭാഗം എത്തിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം. യാഥാർത്ഥ്യം മനസ്സിലാക്കി യാഥാർത്ഥ്യത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന് എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സന്നദ്ധാന ഭാഗമെന്ന കുട്ടികളോട് ഞാൻ പ്രത്യേക അഭ്യർത്ഥിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന സമയമാണ്, ചിന്തിക്കാൻ പറ്റുന്ന സമയമാണ്. കുറെ അങ്ങോട്ട് കഴിഞ്ഞാൽ അതും സാധ്യമല്ലാതെ വരും. അപ്പോൾ പ്രസ്ഥാനത്തിന് വേണ്ടി ഈ ജാമിഅ സൈദിയിൽ സനദ് വാങ്ങിയിട്ട് പോകുന്ന എല്ലാ കുട്ടികളും കാലികമായി അധ്വാനിക്കണം. നമ്മുടെ നേതാക്കന്മാരുടെ മുമ്പിൽ പാറ പോലെ ഉറച്ച് എല്ലാവിധ പ്രവർത്തനങ്ങളും ചെയ്യണമെന്നും മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നേതാക്കന്മാർക്കും നമുക്കുമൊക്കെ അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടിയാണ് അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ സന്നദ്ധാന പ്രസംഗം അവസാനിക്കുന്നു. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി ദ്വാരക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മോട് സംസാരിച്ച കൻസുൽ ഉലമ ചിത്താരി ഉസ്താദിന് എല്ലാ